ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ആ നിലാവുള്ള രാത്രിയിൽ ഹബീബിന്റെ കൂടെയുണ്ട്. നബി തങ്ങൾ ആ പരിപൂർണ ചന്ദ്രനിലേക്ക് നിലാവിലേക്ക് ചൂണ്ടിയിട്ടാണ് പറയുന്നത്, ഇന്നകും സതറൂന റബ്ബകും കമാ തറൂന ഹാദൽ ഖമർ. ഈ ചന്ദ്രനെ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അതിലേറെ മനോഹരമായി അല്ലാഹു നിങ്ങൾക്ക് അവനെ കാണിച്ചു തരും. അതിന് നബി തങ്ങൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. فإن استطعتم ألا تغلبوا على صلاة قبل طلوع الشمس وقبل غروبها فافعلوا. അതുകൊണ്ട് അസ്ർ നിസ്കാരവും സുബ്ഹി നിസ്കാരവും നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യണേ. എന്ത് വില കൊടുത്തും സുബ്ഹിയും അസ്റും നിങ്ങൾ കൃത്യമായ നേരത്ത് നിർവഹിക്കണേ. അസ്റും അതുപോലെ സുബ്ഹിയും നിങ്ങൾക്ക് നഷ്ടപ്പെടരുത്, ഒരു നിസ്കാരവും നഷ്ടപ്പെടരുത്. പക്ഷേ സുബ്ഹിയും അസ്റും അതിന്റെ ആദ്യ നേരങ്ങളിൽ നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയണം. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും. യാ അല്ലാഹ്, അള്ളാഹുവിനെ കാണാൻ നബി തങ്ങൾ കാരണം പറഞ്ഞത് ഈ രണ്ട് നിസ്കാരങ്ങൾ കൃത്യമായി കൊണ്ടു നടക്കലാണ്. അള്ളാഹു ഇതൊക്കെ നൽകുന്ന സംഭാവന നൽകുന്ന നമ്മുടെ സഹോദരിമാർ, അവർക്കൊക്കെ അള്ളാഹു സ്വർഗീയ ആഭരണങ്ങൾ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് സുബ്ഹി നിസ്കാരം നഷ്ടപ്പെടുത്തി ഉറങ്ങുന്ന, ഉറക്കിനെ പ്രണയിക്കുന്നവരുടെ നഷ്ടമേ എത്ര വലിയ നഷ്ടമാണത്. വൈകുന്നേരങ്ങളിൽ അങ്ങാടികളിൽ വർത്തമാനം പറഞ്ഞ് നടന്നിട്ടും ഓൺലൈനിലിരുന്നിട്ടും ഫേസ്ബുക്കിലിരുന്നിട്ടും അസ്ർ നഷ്ടപ്പെടുത്തി കളയുന്നവരുടെ നഷ്ടമേ. നാളെ അള്ളാഹുവിനെ കാണാൻ അള്ളാഹു പറഞ്ഞ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ സുബ്ഹിയും അസ്റും കൃത്യമായി കൃത്യനേരത്ത് നിർവഹിക്കണം. 5 നേരത്തെ നിസ്കാരം നിർബന്ധം തന്നെ. എന്നാൽ പ്രത്യേകമായ ഒരു ആവേശം, പ്രത്യേകമായൊരു താല്പര്യം അസ്റിനോടും സുബ്ഹിയോടും വേണം. എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.